ലീനിയർ പ്രോഗ്രാമിംഗ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ മെയിനായിട്ട് രണ്ട് സെക്ഷൻ ഓഫ് ടോപ്പിക്സ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ അടുത്തത് ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് it is a powerful quantitative technique in operational research. The term linear programming consists of two words, linear and programming. The word linear indicates the relationship between decision variables are directly proportional. The word programming refers to a systematic procedure by which a particular program or plan of action is designed to achieve some optimal result with limited resources. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാത്തമാറ്റിക്കൽ ടെക്നിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ആൻഡ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആക്കുക എന്നുള്ളതാണ്. പവർഫുൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ഇൻ ഓപ്പറേഷണൽ റിസർച്ച്. ഓപ്പറേഷണൽ റിസർച്ചിലെ ഒരു ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ ടേം ലീനിയർ പ്രോഗ്രാമിംഗ് കൺസിസ്റ്റ് ഓഫ് ടു വേർഡ്സ്, ലീനിയർ ആൻഡ് പ്രോഗ്രാമിംഗ്. രണ്ട് വേർഡ്സ് ഇതിലുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ്. എന്താണ് ലീനിയർ എന്നതുകൊണ്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത്? ഇവിടെ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലീനിയർ ആയിരിക്കും. ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ് വാരിയബിൾസ് തമ്മിലുണ്ടാവുക. ഇതിൽ ഡിസിഷൻ വാരിയബിൾ എന്ന് പറഞ്ഞ സാധനമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ജസ്റ്റ് ലീനിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ് ആണ്. അത് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. പിന്നെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ബൈ വിച്ച് എ പർട്ടിക്കുലർ പ്രോഗ്രാം ഓർ പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈൻ to achieve some optimal result with limited resources. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറാണ് ബൈ വിച്ച് എ പർട്ടിക്കുലർ പ്രോഗ്രാം ഓർ പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് ഡിസൈൻ ടു അച്ചീവ് സം ഒപ്റ്റിമൽ റിസൾട്ട് വിത്ത് ലിമിറ്റഡ് റിസോഴ്സ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് ഒപ്റ്റിമൽ റിസൾട്ടാണ്. ഒപ്റ്റിമൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉള്ള റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, അതായത് നോ വേസ്റ്റേജ് ഇല്ലാണ്ട് ഉള്ള റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഒപ്റ്റിമൽ റിസൾട്ട് കിട്ടാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിനെയാണ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിനെയാണ് ഇവിടെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പം ലീനിയർ എന്താണ്, പ്രോഗ്രാമിംഗ് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് യൂസ്ഡ് ഫോർ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ ലീനിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസിൻ്റെയും റിലേഷൻ ലീനിയർ റിലേഷൻ ആയിരിക്കും. പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് റിസോഴ്സസിനെ ഒപ്റ്റിമലി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ, അതാണ് ഇവിടെ പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡെഫിനിഷനിലോട്ട് വരാം. ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ് ടു ദി ആക്ടിവിറ്റീസ് ഓർ പ്രോജക്ട്സ് ഓർ പ്രൊഡക്ട്സ് so as to maximize the profit or gain or to minimize the cost or effort under certain assumptions. നേരത്തെ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതി പറയുന്നു. ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്
which is used for the optimum allocation of limited resources. നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസിനെ ഒപ്റ്റിമലി അലോക്കേറ്റ് അല്ലെങ്കിൽ ഒപ്റ്റിമലി യൂട്ടിലൈസ് ചെയ്യുന്നു to the activities or projects or products so as to maximize the profit or gain. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അത് ഇവിടെ പറയുന്നത് ടു ദ ആക്ടിവിറ്റീസ്, ഏതെങ്കിലും ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ആണെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ഒപ്റ്റിമലി അലോക്കേറ്റ് ചെയ്യുക. ഈ ഒപ്റ്റിമം എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്, മാക്സിമം യൂസേജ്, നോ വേസ്റ്റേജ് എന്നുള്ളതാണ്. Okay, to the activities or projects or products so as to maximize the profit or gain. അപ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ മാക്സിമൈസ് ചെയ്യുക ആൻഡ് കോസ്റ്റ് മിനിമൈസ് ചെയ്യുക അണ്ടർ സർട്ടൺ അസംഷൻസ്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമം അലോക്കേഷനാണ്. എന്തിനാണ്? ഇൻ ഓർഡർ ടു മാക്സിമൈസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ആൻഡ് ഓൾസോ ടു മിനിമൈസ് കോസ്റ്റ്. സോ ഒപ്റ്റിമം അലോക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം യൂട്ടിലൈസേഷൻ ആൻഡ് മിനിമം വേസ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ആണ്. ദ മോഡൽ മസ്റ്റ് ഹാവ് എ സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിച്ച് ഈസ് ടു ബി ഒപ്റ്റിമൈസ്ഡ്, മസ്റ്റ് ഹാവ് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് വാരിയബിൾസ് ആൻഡ് കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ലീനിയർ, മോഡൽ മസ്റ്റ് ഹാവ് എ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ. അപ്പം ഇതിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് പറയുന്നത്. ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതായത് ഒരു പർട്ടിക്കുലർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാക്സിമൈസ് പ്രോഫിറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ മിനിമൈസ് കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസ് മിനിമൈസ് ചെയ്യാം. ഓക്കെ, മാക്സിമൈസ് സെയിൽസ് ഓർ പ്രോഫിറ്റ്, അതല്ലെങ്കിൽ മിനിമൈസ് കോസ്റ്റ്. സിംപ്ലി മാക്സിമൈസ് പ്രോഫിറ്റ് ഓർ ഗെയിൻ, അതല്ലെങ്കിൽ മിനിമൈസ് ലോസ് ഓർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഉണ്ടായിരിക്കുക. എല്ലാ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനും ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമൈസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമൈസ് കോസ്റ്റ് അല്ലെങ്കിൽ ലോസ്. മസ്റ്റ് ഹാവ് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്. പിന്നെ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ചിലപ്പോൾ മാക്സിമൈസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിമൈസ് കോസ്റ്റ് ആയിരിക്കും. ഇനി ആ ഒരു പ്രോബ്ലത്തിൽ എന്തുണ്ടായിരിക്കും? കൺസ്ട്രെയിൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷനാണ്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ടൈം ആയിരിക്കും, അതല്ലെങ്കിൽ മണി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോൺ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മുടെ ഇവിടെ കൺസ്ട്രെയിൻസ് എന്നുള്ളത് പ്രോബ്ലത്തിൽ പറയുന്നത്. ഓക്കെ, കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരിക്കും. അത് പ്രോബ്ലത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരിക്കും. ചിലപ്പം ഇത്ര കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തീർക്കണം, ഒരു പർട്ടിക്കുലർ ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ക്യാഷ് ലിമിറ്റഡ് ആണ്, നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാനുള്ള ക്യാഷ് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളത് പറയുന്നുണ്ടായിരിക്കും. പിന്നെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഉദ്ദേശിക്കുന്നത് കൺസ്ട്രെയിൻസ് എന്നുള്ളതാണ്, എന്തൊക്കെ ലിമിറ്റേഷനാണ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറഞ്ഞു, പിന്നെ കൺസ്ട്രെയിൻസ്. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് വാരിയബിൾ ആൻഡ് കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ലീനിയർ. അപ്പോൾ നേരത്തെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ആ എന്താണ് എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു ലീനിയർ എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻഷിപ്പാണ്. എന്ത് ലീനിയർ ആയിട്ടുള്ളത്? വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് ലീനിയർ ആണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് വാരിയബിൾസ് ആൻഡ് കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ലീനിയർ എന്നാണ് പറയുന്നത്. പിന്നെ മോഡൽ മസ്റ്റ് ഹാവ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. അതായത് ഈ പറഞ്ഞ കൺസ്ട്രെയിൻസ് ഒന്നും എന്താവാൻ പാടില്ല,
നെഗറ്റീവ് ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ മണി, അതുപോലെ മെറ്റീരിയൽസ്, അവൈലബിലിറ്റി, ടൈം, ഇതൊന്നും നെഗറ്റീവില് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഇതിൻ്റെ ഒരു റൂളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. ഒബ്ജക്റ്റീവ്സ്, കൺസ്ട്രെയിൻസ്, പിന്നെ റിലേഷൻഷിപ്പ് ലീനിയർ ആയിരിക്കും, പിന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എന്താവാൻ പാടില്ല, നോൺ നെഗറ്റീവ് ആവാനേ പാടുള്ളൂ, നെഗറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ, ദെൻ ബേസിക് അസംഷൻസ് ആണ് പ്രൊപ്പോർഷണാലിറ്റി, അഡിറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ്, decision variables are continuous, certainty of the situation during the given period, technology remains constant, profit contribution of a product remains constant, non-negative variables, optimality. അപ്പോൾ ഇത്രയാണ് ബേസിക് അസംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രൊപ്പോർഷണാലിറ്റി ആണ്. there must be a proportionality between ഒബ്ജക്റ്റീവ്സ് ആൻഡ് കൺസ്ട്രെയിൻസ്. അതായത് ഒബ്ജക്റ്റീവ്സും അതുപോലെ കൺസ്ട്രെയിൻസും തമ്മിൽ, അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സും ഔട്ട്പുട്ടും തമ്മിൽ ഒരു പർട്ടിക്കുലർ പ്രപ്പോർഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് അഡിറ്റിവിറ്റി. അതായത് അഡിറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സം ഓഫ് റിസോഴ്സസ് used by different activities must be equal to total quantity of resources. അതായത് നമ്മൾ ഓരോ ആക്ടിവിറ്റിക്കും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ അലോട്ട് ചെയ്തിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ റിസോഴ്സ് കിട്ടണം എന്നുള്ളതാണ്. അതാണ് അഡിറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ്, അത് പറഞ്ഞു, എല്ലാ വേരിയബിൾസും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് മാത്രമാണ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഡിസിഷൻ വേരിയബിൾസ് ആർ കണ്ടിന്യൂസ്. പിന്നെ ഈ പറഞ്ഞ വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടിന്യൂസ് ആയിരിക്കും. സർട്ടനിറ്റി ഓഫ് ദ സിറ്റുവേഷൻ ഡ്യൂറിങ് ദി ഗിവൺ പീരീഡ്. പിന്നെ തന്നിട്ടുള്ള സിറ്റുവേഷൻ, പ്രോബ്ലത്തിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ടായിരിക്കും, ഒരു ബിസിനസ് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർട്ടൺ ആണ്, അതിൽ അൺസർട്ടനിറ്റി ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. ഓക്കെ, so certainty of the situation during given period. then technology remains constant. അതിൽ പറയുന്ന യൂസ് ചെയ്യുന്ന ടെക്നോളജി അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അത് ടെക്നോളജി മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അടുത്തത് പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് എ പ്രോഡക്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ നോൺ നെഗറ്റീവ് വേരിയബിൾസ് ആയിരിക്കണം. ഇതിൽ നേരത്തെ പറഞ്ഞു കൺസ്ട്രെയിൻസ്, വേരിയബിൾസ്, ഇതൊക്കെ എന്തായിരിക്കണം, നോൺ നെഗറ്റീവ് ആയിരിക്കണം. പിന്നെ ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസോഴ്സസിൻ്റെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമൽ അലോക്കേഷൻ. ഇനി അപ്ലിക്കേഷനാണ്. അതിൽ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെൻറ്റ് പ്രോബ്ലം, പോർട്ട്ഫോളിയോ സെലക്ഷൻ, അഡ്വർടൈസ്മെൻറ്റ് മിക്സ്, പ്രൊഡക്റ്റ് മിക്സ്, ബ്ലെൻഡിങ് പ്രോബ്ലം, എക്സെട്ര. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ BBAയിൽ ഇത് തന്നെ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പേപ്പർ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളതിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന ഒരു സെക്ഷനാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ അസൈൻമെൻറ്റ് പ്രോബ്ലം കയ്യിൽ വരുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, അതിൽ നിന്നും നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അത് മിനിമം കോസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ എങ്ങനെ സ്റ്റോർ ഹൗസ് അതല്ലെങ്കിൽ വെയർ ഹൗസ് അല്ലെങ്കിൽ എവിടെയാണോ എത്തിക്കേണ്ടത്, അത് ചിലപ്പം റീറ്റെയിൽ ഷോപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇവർ എവിടെയാണോ കമ്പനി സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം, അവിടെ മിനിമം കോസ്റ്റിൽ മാക്സിമം
മിനിമം കോസ്റ്റിൽ മിനിമം ടൈം എടുത്തുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ എത്തിക്കാമെന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അതും എന്താണ്, നമ്മൾ ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് പറയുന്നത്. അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഉണ്ടായിരിക്കും. ആ പ്രൊജക്റ്റ് ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ആൾക്കാർ, എല്ലാവരും ഏബിളാണ്, പക്ഷെ അതിൽ ഈ പറയുന്ന ഏറ്റവും ബെസ്റ്റ് സ്കിൽ സെറ്റുള്ള ആളെ കണ്ടെത്തിയിട്ട് അതിൽ അവർക്ക് ഏറ്റവും മിനിമം ടൈമിൽ അവരുടെ ഏറ്റവും നല്ല സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആ പർട്ടിക്കുലർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ജോബ് തീർക്കാമെന്നുള്ളതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ പറയുന്നത്. പിന്നെ പോർട്ട്ഫോളിയോ സെലക്ഷനാണ്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതായത് നമുക്ക് ഒരു കമ്പനിക്ക് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്? കുറച്ചധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഏതാണ്, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പം അത് സെലക്ട് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് മിക്സ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ അത് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചൊരു പുഷ് പ്രൊഡക്റ്റിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. ഇപ്പം മീഡിയാസ് ഉണ്ട്, പിന്നെ TV, പിന്നെ അതുപോലെ മറ്റുള്ള പിന്നെ പത്രങ്ങൾ, പിന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. ആ ബഡ്ജറ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ് ഉണ്ടായിരിക്കും എല്ലാ കമ്പനിക്കും. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഏത് രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്താലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ മിക്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇത്ര എമൗണ്ട്, നമുക്കൊരു ലിമിറ്റഡ് ബഡ്ജറ്റ് ഉണ്ട്, അതിൽ ഇത്ര എമൗണ്ട് നമ്മൾ TV-യിൽ ആഡ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ ഇത്ര എമൗണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിന് എത്ര എമൗണ്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ലിമിറ്റഡ് ബഡ്ജറ്റിന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രോഡക്റ്റ് മിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ ബ്ലെൻഡിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട റോ മെറ്റീരിയൽസ്, ചിലപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വൈഡ് വെറൈറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ടാവും ഓഫ് ഡിഫറെൻറ്റ് ക്വാളിറ്റി. ചിലപ്പം ഒരേ ക്വാളിറ്റി ഉള്ളതിന് തന്നെ ഡിഫറെൻറ്റ് റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഗൈൻ ബഡ്ജറ്ററി, അതുപോലെ ടൈം, ബഡ്ജറ്ററി കൺസ്ട്രെയിൻ്റ് ആണ്, അതുപോലെ ടൈം ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും കുറച്ച് കോസ്റ്റിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നത് ഏത് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഏത് ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയൽസ് ഏറ്റവും നല്ല രീതിയിൽ മിക്സ് ചെയ്താലാണ് കിട്ടുക എന്നുള്ളത് നോക്കുന്നതാണ് ബ്ലെൻഡിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ മെറിറ്റ്സ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു സ്റ്റഡി ദ ഇൻഫർമേഷൻ ത്രൂ എ സയൻറ്റിഫിക് അപ്രോച്ച്. അപ്പോൾ ഇതെല്ലാം മാത്തമാറ്റിക്സ് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്, ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ്. സോ എ ക്ലിയർ പിക്ചർ ഓഫ് ദ പ്രോബ്ലം വിൽ ബി ഗോട്ട്
ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് കറക്റ്റ് സൊല്യൂഷൻ. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, സയൻറ്റിഫിക് മെത്തേഡാണ്. ഇനി ഹെൽപ്സ് ടു കൺസിഡർ all possible solutions of a problem and select the best optimal solution. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻ ഏതാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റുന്നതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് മിനിമം കോസ്റ്റ് കിട്ടുന്ന സൊല്യൂഷൻ എന്നുള്ളതാണ്. ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ കൺസ്ട്രെയിൻസ് അണ്ടർ വിച്ച് ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ്. ഒരു ബിസിനസ് പ്രോബ്ലത്തിൽ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മേജർ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹെൽപ്സ് ടു ഇൻഡിക്കേറ്റ് ദ ബെസ്റ്റ് യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് ദാറ്റ് വിൽ ഹെൽപ്പ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ റിസോഴ്സസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ്. അപ്പോൾ റിസോഴ്സസ് നമുക്കറിയാം, കോൺസ്ട്രെയിൻസും അറിയാം. അപ്പോൾ ഏറ്റവും ഒപ്റ്റിമലി എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണ കിട്ടും. ഇനി ലിമിറ്റേഷൻസ് ആണ്. ദിസ് മോഡൽ ക്യാൻ ഓൺലി ബി അപ്ലൈഡ് ഇഫ് ദ കൺസ്ട്രെയിൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ലീനിയർ എക്സ്പ്രഷൻസ്. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ലിമിറ്റേഷനാണ് പറയുന്നത്. നമുക്ക് ഇത് ഏറ്റവും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രെയിൻസും അതുപോലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും നമുക്ക് കറക്റ്റ് അറിയണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അറിഞ്ഞാൽ മാത്രം പോരാ, അത് ലീനിയർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ കോഎഫിഷ്യൻസ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ മസ്റ്റ് ബി കംപ്ലീറ്റ്ലി നോൺ ടു ക്രിയേറ്റ് ലീനിയർ ഇക്വേഷൻ. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ലീനിയർ ഇക്വേഷൻസിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിൻ്റെയും അതുപോലെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസിൻ്റെയും കോഎഫിഷ്യൻസ് നേരത്തെ അറിയണമെന്നുള്ളതാണ്. പിന്നെ ഫ്രാക്ഷണൽ വാല്യൂസ്, ആൻസേഴ്സിന് ഫ്രാക്ഷണൽ വാല്യൂസ് വരാം. നേരത്തെ പറഞ്ഞു കണ്ടിന്യൂസ് ആയിരിക്കും വേരിയബിൾ എന്നുള്ളത്, അപ്പം റിയൽ വാല്യൂസ് വരാം. പിന്നെ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ എഫക്റ്റ് ഓഫ് ടൈം ആൻഡ് അൺസെർട്ടിനിറ്റി. അപ്പം അൺസെർട്ടിനിറ്റി എന്ന് പറയുന്നൊരു കാര്യം എപ്പോഴും ബിസിനസ്സിലുണ്ടാവും. പക്ഷേ നേരത്തെ ഇതിൻ്റെ അസംഷൻസിൽ പറഞ്ഞു എല്ലാ കാര്യങ്ങളും സെർട്ടൺ ആയിരിക്കണം. ആ ബിസിനസ് പ്രോബ്ലത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. റിസോഴ്സസിനെ പറ്റിയിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരിക്കണം, കൺസ്ട്രെയിൻസിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സോ അതിൽ അൺസെർട്ടൺ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ലീനിയർ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. മെനി റിയൽ വേൾഡ് പ്രോബ്ലംസ് ആർ കോംപ്ലക്സ്. പിന്നെ പറയുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കില്ല പലപ്പോഴും ബിസിനസ് പ്രോബ്ലംസ്. അപ്പോൾ അതെന്തായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും. കോംപ്ലക്സ് ആവുമെന്ന് പറഞ്ഞാൽ അവിടെ അൺസെർട്ടിനിറ്റി എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, താങ്ക് യു.